അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ സാമ്പാർ വയ്ക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം പരിപ്പ് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എല്ലാ കഷ്ണങ്ങളും വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങക്കായും വെണ്ടക്കായും തക്കാളി ഇല്ല, അത് ഒഴിച്ച് ബാക്കി എല്ലാ കഷ്ണങ്ങളുണ്ട്. മുരിങ്ങക്കായ ഇല്ല കേട്ടോ, മുരിങ്ങക്കായ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ, അപ്പോൾ അത് കാരണം അത് വാങ്ങിച്ചിട്ടില്ല. പിന്നെ തക്കാളിയും വെണ്ടക്കായും കൂടെ നമ്മളവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് ഇതിനൊപ്പം ഇടില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇട്ടിട്ടാണ് നമ്മൾ അടപ്പത്ത് വെക്കണത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പച്ചക്കായ ഇട്ടാൽ കൂടുതൽ രുചി ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇവിടെ ഓൾറെഡി കുറച്ച് കായം വറുത്തതിരിക്കുന്നുണ്ടായിരുന്നു, അപ്പം നമ്മളത് ഇട്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ഒരു 3 വിസിലൊക്കെ ആകുമ്പോഴേക്കും കഷ്ണങ്ങളും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ വെണ്ടക്കായും തക്കാളിയും പിന്നെ പുളിയും കൂടെ ഒഴിക്കണം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വറുത്ത് പൊടിച്ച കായ ഉണ്ടായിരുന്നു കേട്ടോ, അതും ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മുടെ സാമ്പാർ പൊടി, അത് കുറച്ച് വെള്ളമൊഴിച്ച് അതും നല്ലപോലെ കലക്കിയെടുത്തിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ഇടാം കേട്ടോ. പിന്നെ വിസിലൊന്നും വെച്ചില്ല, അങ്ങനെ അടുപ്പത്ത് വെച്ച് വേവിക്കണം നമ്മൾ ചെയ്തത്. അപ്പോൾ അത് വെന്തപ്പോൾ നമ്മളിത് കടുക് താളിച്ചു. വറ്റൽമുളകില്ല കേട്ടോ, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ, കറിവേപ്പിലിട്ട് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തിട്ട് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടി ഇടാം കേട്ടോ. എന്നിട്ട് നന്നായി മൂപ്പിച്ച് സാമ്പാറിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ചെറിയൊരു സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം പെട്ടെന്നൊക്കെ